ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സഫലമാവുകയാണ് ഗേസ്. അതാണ് എന്റെ മുഖത്ത് ഇത്ര സന്തോഷം. എന്താണല്ലേ, പ്രീതി സോഡിയാക് മിക്സി. ബക്കറ്റ് ലിസ്റ്റ് ഇട്ടിരുന്ന 2 ഐറ്റംസ് ആയിരുന്നു, പ്രീതി സോഡിയാക്കും സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജും. ഇപ്പൊ തൽക്കാലം സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി തൽക്കാലം ഇല്ല. ഏതായാലും എന്ന് വാങ്ങിക്കുന്നു അന്ന് എനിക്ക് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് മതി എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ ഞങ്ങൾ ചെടിക്കടയിൽ നിർത്തിയായിരുന്നു, എന്റെ ചെടിച്ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഇത് ഈരാറ്റുപേട്ട നന്ദിലത്തിലെത്തി കേട്ടോ. പിന്നെ ഇവിടുത്തെ മാനേജറുമായിട്ട് ചെയ്യാനും നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റോക്ക് തീർന്നിരിക്കും, നീ പാലായ്ക്ക് പോയി വാങ്ങിച്ചോ, അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ പാലായ്ക്ക് വിട്ടു വണ്ടി കേട്ടോ. അങ്ങനെ പനക്കപ്പാലം വരെ എത്തിയപ്പോൾ വാപ്പിച്ച് വിളിക്കുന്നു. ഞാൻ പാല എത്താറായി. ഞാൻ ഞെട്ടിപ്പോയി. സർപ്രൈസ് ആയിരുന്നു കേട്ടോ വാപ്പിച്ചിയുടെ വരവ്. ഞാൻ വിളിച്ച് മടുത്ത്. പിന്നെ ബസ്സിൽ വരത്തില്ലെന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എന്ത് തോന്നി എനിക്കറിയത്തില്ല. സർപ്രൈസ് ആയി പോയി കേട്ടോ വാപ്പിച്ചിയുടെ വരവ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും വാപ്പിച്ച് ഞങ്ങൾ പാലായിൽ വരുന്നുണ്ട്, പാല ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി, ഞങ്ങൾ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. ശരിക്കും സങ്കടമായി പോയി കേട്ടോ വാപ്പിച്ചിയെ കണ്ടപ്പം. എനിക്ക് ആ നിപ്പും എനിക്ക് അറിയത്തില്ല, ഭയങ്കര സങ്കടമായിരുന്നു ആ നിമിഷം. അങ്ങനെ ഞങ്ങൾ പാലാ നന്ദിരത്ത് എത്തി കേട്ടോ. വാപ്പിച്ചിനെ പിന്നെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഞാനും സിയാദും കൂടെ ഇറങ്ങി കേട്ടോ മിക്സി വാങ്ങിക്കാനായിട്ട്. വേറൊരു ടൈപ്പ് ബ്ലേഡ് കൂടി ഉണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് ഇറക്കി വെക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് കാബേജോ കപ്പളങ്ങ അങ്ങനെ മാവൊക്കെ കുഴക്കാനായിട്ട്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ അവർ വിശദീകരിച്ച് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ജി പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അവരുടെ ഗോഡൌണിലുള്ള സാധനം ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെയ്യാതെ പോയി, അവിടെ നിന്ന് പോയി മിക്സി എല്ലാം എടുത്തോണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. സത്യം പൈസ ഓടി വന്നു. ഞാൻ ഇടയ്ക്ക് ഫോൺ ചെയ്ത് വന്നാൽ പറഞ്ഞായിരുന്നു വാപ്പച്ചിയും കൂടെ ഉണ്ടെന്ന്. അങ്ങനെ വാപ്പച്ചി കൊണ്ടുവന്ന വാപ്പച്ചി ഡ്രസ്സിനെക്കാട്ടി കൂടുതൽ അവന്മാർക്കുള്ള സാധനം ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചോട്ട് വന്നത് കേട്ടോ. പിന്നെ വന്ന ഉടനെ അവള് സ്ലേറ്റും എല്ലാം എടുത്ത് എഴുതിയതും എല്ലാം കാണിക്കുവാണേ. ബസ്സിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ബസ്സിലെ കണ്ട ഇത്ര കപ്പലണ്ടിയോ? അതാ ഡ്രസ്സൊന്നും കൊണ്ടുവരാഞ്ഞത്. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് പിള്ളേർക്കുള്ളതെല്ലാം കൊണ്ടുവന്നിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലെ? അതെല്ലാം മാക്സിമം അതെ എല്ലാം കൊണ്ടുവന്നിട്ട് ഡ്രസ്സെല്ലാം കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ വാപ്പച്ചിയായിട്ട് കുറെ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. വാപ്പച്ചിയുടെ സങ്കടവും സന്തോഷവും കടയിലെ കാര്യവും അങ്ങനെയൊക്കെ കുറെ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനത്തെ അമ്മുക്കുട്ടി ടെസ്റ്റ് ഒക്കെ ആയിട്ട് വാപ്പച്ചി എടുത്ത് പോയിരിപ്പുണ്ടേ. എയറോപ്ലെയിൻ എന്ന് പറഞ്ഞ കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞുകളെന്ന് കരഞ്ഞു. കുഞ്ഞേ കുഞ്ഞേ കരയരുതേ. ജോണി ജോണി അത് ജോണി ജോണി വാപ്പ ഇംഗ്ലീഷ് മലയാളമാണ്. മരം കൊമ്പിൽ കുറുമ്പൻകാരൻ കുരങ്ങച്ചൻ. മാവിൻ കൊമ്പിൽ അത് മോനാച്ചൻ. ഈ കൊരങ്ങന്റെ പാട്ട് പാടാമോ? അങ്ങനെയൊന്നുമല്ല. മാവിൻ കൊമ്പിൽ അങ്ങനെ വാപ്പിച്ച് കിടക്കാൻ പോവാ. വാലെ തൂങ്ങി പുറകെ പോകുന്നുണ്ടേ.
അങ്ങനെ രാവിലെ പൂരി മുട്ടക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ. അങ്ങനെ അമ്മായിപ്പനും മരുമോനും കൂടെ വാപ്പിച്ചാണെങ്കിൽ രാവിലെ ഇറങ്ങി നിന്ന് പച്ചക്കറിയൊക്കെ നടണം, മഴയൊക്കെ മാറി ഇനി മോളി പച്ചക്കറിയൊക്കെ നടണം, അതിലെ സ്റ്റെയർ കേസ് ഒക്കെ പണിയണോ സിയാദിനോട് പറയുക. അപ്പോൾ അതിനെ മഴയൊക്കെ മാറി ഇനി അതൊക്കെ ചെയ്യാവുന്ന സിയാദും പറയും. അവർ ഇങ്ങനത്തെ കാര്യമൊക്കെ വാപ്പിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. വാപ്പിച്ച് എപ്പോഴും പറയും പച്ചക്കറി നടണം, അതിനെക്കുറിച്ച് ഭയങ്കര സംസാരവും. അങ്ങനെ വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ക്യാമറ വെക്കാൻ വേണ്ടി ആൾക്കാർ വന്നു കേട്ടോ. എന്റെ ക്യാമറ ഉണ്ട്, പക്ഷെ അതൊരു ക്ലാരിറ്റി ഇല്ല, അത് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ ഏതായാലും വെക്കുമ്പോൾ ഒരു എക്സ്പെൻസീവ് ആയിട്ട് നല്ല ക്യാമറ വെക്കാമെന്ന് സിയാദ് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റും ഉണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയായി പോയി. അപ്പോൾ അതുകൊണ്ട് ഫുൾ ക്യാമറ വെക്കാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് സൈഡ് ബൈ സൈഡ് സിയാദ് പതിയെ ഒഴിഞ്ഞു മാറിയത്. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആയി പോയി, അതുകൊണ്ട് ഇപ്പം അതിനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് പറഞ്ഞു. അതും ഇതും കൂടെ എല്ലാം കൂടെ അങ്ങനെ അത് വലിഞ്ഞിട്ട് ഇത് ഏതായാലും വെക്കേണ്ട കാര്യമാണല്ലോ, അതുകൊണ്ട് ഇതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു കേട്ടോ ക്യാമറ വെക്കാനായിട്ട്. അങ്ങനെ അവർ ക്യാമറ വെക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് അമ്മക്കുട്ടി വാപ്പിച്ചോട് പിന്നെയും ബുക്കും ഏതാണ്ട് പാട്ടൊക്കെ പാടി കൊടുക്കുക വാപ്പിച്ചിക്ക്. വാപ്പിച്ച് കൈവേദനയായിട്ട് മരുന്ന് പറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ അങ്ങനെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ടിവിയിലും കാണുന്ന രീതിയിൽ സെറ്റ് ആക്കി കേട്ടോ. അതിന്റെ അവന്മാർ അവിടെ അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നതാണ് ക്യാമറയ്ക്ക് മുന്നിൽ. അങ്ങനെ സച്ചുന്റെ ഫ്രണ്ട് റയാപ്പി എത്തി കേട്ടോ. റയാനെ പരിചയപ്പെടുത്തുക വാപ്പച്ചിക്ക്. അങ്ങനെ വാപ്പച്ചിക്ക് ഇഷ്ടമുള്ള പാവയ്ക്കാത്തേൽ വെച്ചു കൊടുത്തു കേട്ടോ. കുറേ ദിവസം മുമ്പ് ഞാൻ വെച്ചോ പറഞ്ഞായിരുന്നു ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അത് ഞാൻ മനസ്സിലിട്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സിയാദിനെയും കൊണ്ട് രാവിലെ പാവയ്ക്കൊക്കെ വാങ്ങിച്ചു. പാവയ്ക്കാത്തേലും കാബേജ് തോരനും എല്ലാം വാപ്പച്ചിക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ. വയറ് നിറച്ചും കഴിപ്പിച്ചു. വാപ്പച്ചിക്ക് ഫൈസയുടെ മദ്രസിനെ തൊപ്പിയൊക്കെ വെച്ച് അവള് ഭയങ്കര കളിയാ. ഈ പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. വാപ്പച്ചിയുടെ മനസ്സിലെ വിഷമം വിളിക്കുമ്പോഴെല്ലാം സങ്കടം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഒന്ന് ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സമാധാനമായത്. പിന്നെ വാപ്പച്ചി ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നപ്പോൾ ഒരു കോള് വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. വാപ്പച്ചിയുടെ കട പള്ളി കോംപ്ലക്സിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചുവിട്ട് പറഞ്ഞു റഷീദ് എത്രയും പെട്ടെന്ന് ചങ്ങനാശ്ശേരിയിൽ എത്തണമെന്ന്. ആകെപ്പാട് ഷോക്കായി പോയി. വാപ്പച്ചി പെട്ടെന്ന് റെഡിയായി. വാപ്പച്ചിയുടെ മനപ്രയാസം കണ്ടപ്പോൾ എനിക്കും ടെൻഷൻ ആയിപ്പോയി. എങ്ങനെ ഏതെങ്കിലും കിട്ടുന്ന ബസ്സിൽ എന്നെ കയറ്റി വിടുന്നു പറഞ്ഞുകൊണ്ട് വാപ്പച്ചി അങ്ങ് നിൽക്കുവേ. സമയം 7:30. സിയാദാണെങ്കിൽ പനി പിടിച്ചിട്ട് ഗുളിയും കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് വാപ്പച്ചിയുടെ പ്രയാസം കണ്ടപ്പോൾ എനിക്കും ടെൻഷൻ. പിള്ളേർക്കാണെങ്കിൽ നാളെ എക്സാം, സിയാദിനാണെങ്കിൽ പനി. ഞാൻ ഓർത്ത് എങ്ങനെ ഇനിയും വിടും. വാപ്പച്ചി ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിൽ വിളിച്ചപ്പോൾ അവിടുന്ന് ബസ്സില്ല നേരിട്ട് ഈ സമയത്ത്. പിന്നെ പാലായി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിയാദ് പറഞ്ഞു എന്നാൽ പാലായിക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. വാപ്പച്ചിയുടെ പ്രയാസം എല്ലാം കാണുമ്പോൾ എനിക്ക് കൊണ്ടുവിടണമെന്നെല്ലാം മനസ്സിന് ഭയങ്കര ഒറ്റയ്ക്ക് വിടാൻ ഈ രാത്രി ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ വാപ്പച്ചി ഒട്ടും സമ്മതിക്കുന്നില്ല. സിയാദിന് വയ്യാത്തതുകൊണ്ട് വരണ്ട എന്നെ ബസ്സിൽ കയറ്റി വിടാൻ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിർബന്ധം. പിന്നെ പള്ളി പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു 9:30 ആകുമ്പോൾ ഇവിടെ എത്തണം, പണിക്കാർ പോകുന്നതിന് മുമ്പ്. അത് വേറെ ടെൻഷൻ. ആ പാടെ എനിക്കും അങ്ങ് ടെൻഷനായി പോയി. അങ്ങനെ ഞങ്ങൾ പാലായ്ക്ക് വിടാമെന്ന് തീരുമാനിച്ചു. പിന്നെ പൈസയ്ക്കാണെങ്കിൽ ഭയങ്കര പ്രയാസമായി പോയി കേട്ടോ. വാപ്പിച്ച് പോകുന്നത് ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അവന്മാർക്ക്. അവരുടെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് പോലും മാറാതെ ഇട്ട വേഷത്തിൽ തന്നെ ഞങ്ങളും കയറി കേട്ടോ വണ്ടിക്കകത്ത്. എനിക്കും അങ്ങ് ഭയങ്കര പ്രയാസമായി പോയി കേട്ടോ വാപ്പിച്ച് പോകുന്നത് കണ്ടപ്പോൾ. എപ്പോൾ ഇവിടെ വന്നാലും എന്തെങ്കിലും കേസ് കെട്ടുകൾ കാണും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആരോ മരിച്ചെന്നും പറഞ്ഞ് വാപ്പിച്ച് വെറുതെ വെച്ച് പോയി. ഈ പ്രാവശ്യം വന്നപ്പോൾ ദേണ്ടേ വാപ്പിച്ച് ഇവിടെ വരുമ്പോൾ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട്, കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാപ്പിച്ചിക്ക് വന്നപ്പോൾ പറഞ്ഞു ഭയങ്കരമായിട്ട് പ്രഷർ ഇപ്രാവശ്യം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം പോയി നോക്കിയപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി പോയി. എന്റെ മനസ്സ് സിയാദ് കൊണ്ടുവിടണം എന്ന് തന്നെ ആയിരുന്നു. പക്ഷെ സിയാദിന് വയ്യാതാനും അതും എനിക്കറിയായിരുന്നു, അതും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വാപ്പിച്ചിയുടെ മനപ്രയാസവും ഈ രാത്രി ഇത്രയും സമയമായി കയറി ഇറങ്ങി പോകണമല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പാവം സിയാദ് പാല എത്തുന്നതിന് മുമ്പ് പറഞ്ഞു കേട്ടോ പാപ്പ ഇനി ഇത്രയും സമയമായി. വാപ്പിച്ച് ഒട്ടും സമ്മതിക്കുന്നില്ല. സിയാദിന് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, എന്നെ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. സിയാദ് നേരെ വണ്ടി വിട്ടു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷെ പാവമുണ്ട് സിയാദ് കേട്ടോ. എന്റെ മനസ്സറിഞ്ഞ് ചെയ്തു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സത്യമായിട്ട് എനിക്ക് പറയാനും പേടിയായിരുന്നു. എങ്ങനെ പറയും ഈ അവസ്ഥയിൽ വയ്യാണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്റെ മനസ്സറിഞ്ഞ് ചെയ്തു. അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പച്ചിയെ നേരെ കൊണ്ടുവിടാൻ തീരുമാനിച്ചു കേട്ടോ. പിന്നെ പകുതി എത്തിയപ്പോൾ വാപ്പച്ചിയുടെ പഴയ കഥകളും എൻ്റെ മാമിമാരുടെ കല്യാണം കഴിപ്പിച്ചതും പിന്നെ വാപ്പച്ചിയുടെ ചേട്ടന്റെ കാര്യവും അതൊക്കെ പറഞ്ഞ് വാപ്പച്ചി ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം പകുതി ടെൻഷൻ അങ്ങ് മാറി. വാപ്പച്ചിയുടെ എൻ്റെയും എല്ലാം കേട്ടോ. പഴയ കഥകളെല്ലാം പറഞ്ഞാണ് ഞങ്ങൾ വണ്ടിക്കകത്ത് പോയത് കേട്ടോ. പിന്നെ കഥകളെല്ലാം പറഞ്ഞ് ചങ്ങനാശ്ശേരി എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വാപ്പച്ചി അവിടെ എത്തിയപ്പോഴാണ് വാപ്പച്ചിക്ക് ടെൻഷൻ കൂടിയത്. കടയുടെ അവിടെ എത്തിയപ്പോൾ പള്ളി പ്രസിഡന്റ് പറഞ്ഞു വീട്ടിൽ പോയി താക്കോൽ എടുത്തോണ്ട് റഷീദേ. അത് കേട്ടപ്പോൾ വാപ്പച്ചി ആകെപ്പാടെ ടെൻഷൻ. എനിക്കും അങ്ങ് ടെൻഷനായി പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി താക്കോൽ എടുത്തോണ്ട് വന്നു കേട്ടോ. അവിടെ എത്തിയപ്പം ഞാൻ കുറേ നാൾ കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അമ്മായി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്കറിയത്തില്ല, ഭയങ്കര സങ്കടമായിരുന്നു വീട്ടിലേക്ക് കയറാനായിട്ട്. സിയാദും പിള്ളേരും വണ്ടിക്കകത്തിരുന്നു. എനിക്ക് മൂത്രം കൂടെ ഒഴിക്കണമായിരുന്നു. കൊണ്ടുവിടായിരുന്നല്ലോ സ്കൂട്ടർ എടുക്കണ്ട വാപ്പച്ചി. ബൈപ്പാസ് വഴി കയറി പോവാമല്ലോ, അതാ പറഞ്ഞത്. വാപ്പിച്ചി എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് പച്ചമുളകും പെട്ടെന്ന് എടുത്തു കേട്ടോ. പാവം പറിച്ച പച്ചമുളകാണ്. ഈ ബൈപ്പാസ് വഴി കയറി അങ്ങ് പോയാൽ മതിയല്ലോ വാപ്പിച്ചിയുടെ ഇവിടെ ഇറക്കിയിട്ട്.
താക്കോലെടുക്കോ? ആകെപ്പാടെ ടെൻഷനും വെപ്രാളമായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് അത് സമ്മതിച്ചു. ഞങ്ങളിവിടെ ഇറക്കി ബൈപ്പാസ് വഴി കയറി പൊക്കോണമെന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചു. അങ്ങനെ കടയിലെ താക്കോലെടുത്ത് നേരെ കടയിലെത്തി കേട്ടോ. ഇച്ചിരി ലോകം എന്ന് പറഞ്ഞ കടയാണ് കേട്ടോ. അതുകൊണ്ട് എത്ര ടെൻഷൻ എനിക്കത് അറിയാം, നന്നായിട്ട് എനിക്കറിയാം. ബാപ്പച്ചിയുടെ അമ്മ മരിച്ചതിന് ശേഷം ബാപ്പച്ചിക്ക് ആ കടയുള്ളതുകൊണ്ട് പകുതി സമാധാനമായിട്ട് നിൽക്കുന്നതും ബാപ്പച്ചി ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഡൗൺ ആയി പോകാതെ. ഓർത്തു സിയാദ് കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്നു. എന്ത് തോന്നിയോ സിയാദിനെ? വാപ്പിയുടെ ടെൻഷനും വെപ്രാളവും കണ്ടപ്പം മനപ്രയാസവും കണ്ടോണ്ടാന്ന് തോന്നുന്നു സിയാദ് അവിടെ നിന്ന് കേട്ടോ. സമയം രാത്രി 10:30. പിള്ളേർക്ക് നാളെ എക്സാമും. ആകെപ്പാടെ ടെൻഷനായിരുന്നു. സിയാദിനും ഉണ്ടായിരുന്നു എക്സാം ആയതുകൊണ്ട് തന്നെ. വേറെ പ്രശ്നങ്ങളല്ല, എക്സാമും ഏതായാലും മദ്രസയിൽ പോകാൻ പറ്റത്തില്ലെന്നറിയാം. രാവിലെ 6:30 ഏതായാലും പിള്ളേർ എഴുന്നേക്കത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ചെന്നപ്പം അവർക്ക് കട തുറന്നൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. അവിടെ വിള്ളലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷെബീർ എത്തി കേട്ടോ. ഷെബീർ ഞങ്ങളെ തപ്പി നടക്കുവാണേ. സിയാദിനെ കണ്ടിട്ട് ഞങ്ങൾ എവിടെയെന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങള് 9:30 നേരെ ഇങ്ങോട്ട് വരുവായിരുന്നു. ഞാൻ ഷെബീർ അറിയാതെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ക്യാബ് മൊബൈൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷെബീറിനെ ഭയങ്കര എനിക്ക് ഇഷ്ടം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലെ എനിക്കിഷ്ടം. എനിക്ക് എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്ര സന്തോഷം കേട്ടോ ഷെബീറിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം. വാപ്പച്ചിക്കാണെങ്കിൽ പറയണ്ട, ഭയങ്കര ഇഷ്ടം കേട്ടോ. 100 നാമ ഷെബീറിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഷെബീർ ഇത് കാണുന്നുണ്ടോ ആവോ? ഷെബീർ തന്നെ ഞെട്ടുമായിരിക്കും ഇത് കാണുമ്പോ. ഞാൻ വീഡിയോ എടുത്ത് കണ്ടതിന്റെ വഴക്ക് ഷെബീർ മാമാ കണ്ട പൈന എക്സാമോ? അവനെ നേഴ്സറി കൊണ്ട് ചേർത്താ ഇനിയിപ്പോ ഒന്നി കൊണ്ട് ചേർത്ത് ജയിച്ചെന്നു മൊത്തം. അവനോ? ജയിച്ചോളൂ. എനിക്ക് ടെൻഷനില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടായിരുന്നല്ലോ. അത് തന്നെ ഓണാദിക്കുന്ന കൂടാ. അത് തന്നെ അപ്പൊ എല്ലാരും ഫ്രീ ആവണം. അത് തന്നെ. എന്റെ ഫാം ഹൗസിന്റെ പണിയെല്ലാം തീർന്നു, എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാന്നാ പറയുന്നത്. അങ്ങനെ ഷെബീർ വാഗമൺ സ്ഥലം വാങ്ങിച്ചു. അവിടെ റിസോർട്ട് പോലെ ചെറിയ രീതിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അതിനെ കുറിച്ച് പറയുന്നത്. അവിടെ എല്ലാം സെറ്റ് ആയിട്ട് അവിടെ നമുക്കൊന്ന് കൂടാവെന്ന്. അത് ഞാൻ ചോദിക്കാമോ? കഴിച്ചിട്ട് പോവാം. വേണ്ട, വാ കഴിച്ചിട്ട് വരെ. ഇല്ല, ഇനി കഴിക്കത്തില്ല. വാ ഷെബീറും വാ, നമുക്ക് വാ കഴിച്ചിട്ട് പോവാം. വാ നമുക്കൊന്നിച്ച് കഴിച്ചിട്ട് പോവാം. വാ. അത് കഴിച്ചു തന്നെ. വാപ്പച്ച് കഴിക്കുവോ? കഴിക്കുവോ? കഴിക്കണേ. അല്ല ഷെബീർ അങ്ങോട്ടൊന്നും വിടത്തില്ലേ? എന്നാ സഞ്ചി കൊടുത്തേരെ. അല്ലെ ബൈപ്പാസിൽ പോയാൽ കാണത്തില്ല. അല്ല ഇനിയിപ്പോ മെയിൻ റോഡ് വഴി പോവാം. അതെന്തേ കവർ കൊടുത്ത ടെൻഷനൊക്കെ മാറിയില്ലേ? അയ്യോ അവള് നോക്കുക. അവള് നോക്കിയപ്പോ അമ്മമാർക്ക് ഉമ്മ കൊടുക്കുന്നത്. ഓണത്തിന് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് വിളിക്കുന്ന കേസ് കേട്ടും കൊണ്ടൊന്നും വന്നേക്കല്ലേ കേട്ടോ. എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട്. എനിക്കറിയാം നോക്കി ഭയങ്കര ടെൻഷനായിരുന്നു. അവരത് ഉദ്ദേശിച്ചിട്ട് പോലും അല്ല, അവര് പൊളിക്കാൻ പോലും ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഈ വീഡിയോ എടുത്തതൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ അറിയാതെ ഞാൻ ചുമ്മാ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് കിട്ടുന്ന ആട്ടേനോർത്ത് ഞാൻ വീഡിയോസ് എടുത്ത കേട്ടോ. പിന്നെ ഇത് ഞാൻ ലോങ് വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനിരുന്നത്. പക്ഷേ ഇത് ലോങ് ആയിട്ടിടണമെന്ന് എനിക്ക് തോന്നി. പിന്നീടാണെങ്കിലും ഇത് വ്യൂസ് കിട്ടാനോ ഇതൊന്നും കിട്ടണം വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നീടാണെങ്കിലും പിന്നീട് ഒരു കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു എനിക്കറിയത്തില്ല. ഇപ്പം അമ്മയുടെ തന്നെയാണെങ്കിൽ കുറേ വീഡിയോസ് എടുത്ത് വെച്ചപ്പോൾ തന്നെ അത് കാണുമ്പോൾ എനിക്കറിയത്തില്ല, ഭയങ്കര മനസ്സിനും വല്ലാത്തൊരു അത് പറയാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇതിടുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ തന്നെ കിടന്നോളൂല്ലോ. നമ്മളിപ്പം പെൻഡ്രൈവിലും ഇതിലൊക്കെ ആക്കുമ്പോൾ മൊബൈലാണെങ്കിൽ ചിലപ്പോൾ മൊബൈലും ആകുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഓരോ വീഡിയോസ് ഓരോരുത്തരെ. അപ്പം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നീടാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും ഇതെടുത്ത് കാണാനുള്ള ഉണ്ടല്ലോ, അവിടെ തന്നെ കിടന്നോളുമല്ലോ. അത് ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ രാത്രി 12:30 1 മണി അങ്ങാണ്ടായി ഞങ്ങൾ വീടെത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഈരാറ്റുപേട്ടയിലെത്തി ഗൈസ്.